രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി കേരള കോൺഗ്രസ് നേതാവ് ഹഫീസ് സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. റിനു ശ്രീധർ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ? റിനു. ഉന്മേഷ, കേരള കോൺഗ്രസ് എം നേതാവ് എച്ച് ഹഫീസാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക്, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭാ സ്പീക്കർക്കും ഹഫീസ് പരാതി നൽകിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. രാഹുൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നത് അടക്കമുള്ള ഓഡിയോ സംഭാഷണങ്ങൾ സമൂഹ മാധ്യമത്തിലും അല്ലാതെ മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുന്നുണ്ട്. അത് കൃത്യമായി അന്വേഷിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഈ പരാതിയിൽ പറയുന്നത്. മറ്റൊന്ന്, രാഹുൽ കാരണം സംസ്ഥാനത്ത് ക്രമസമാധാനം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. രാഹുൽ എന്ന് പറയുന്ന MLA കാരണം സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ തന്നെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാം തന്നെ, അതായത് ഈ പുറത്തു വന്ന കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഹഫീസിന്റെ പരാതിയിൽ ഒട്ടനവധി സ്ത്രീകളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവിധ ആരോപണങ്ങളുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഹഫീസ് പരാതിയിൽ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ ഒരു അറിയിപ്പോ അല്ലെങ്കിൽ പാർട്ടിയുടെ പിന്തുണയോടുകൂടി അല്ല താൻ ഈ ഒരു പരാതി നൽകുന്നത്. സ്വമേധയാ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്കാണ് ഈ ഒരു പരാതിയുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നിയമസഭാ സ്പീക്കർ ഷംസീറിനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പരാതികൾ ഹഫീസ നൽകിയിട്ടുണ്ടായിരുന്നു. ഉന്മേഷ്, ഇപ്പോൾ ഇക്കാര്യത്തിൽ പോലീസിന്റെ തുടർ നടപടി എങ്ങനെയായിരിക്കും? ഇത് പുറത്തുനിന്നുള്ള ഒരു വ്യക്തി നൽകുന്ന പരാതിയാണല്ലോ. അപ്പോൾ പോലീസിന് ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? റിനു. ഉന്മേഷ്, മൂന്നാമതൊരാൾക്ക് കൃത്യമായി തന്നെ പരാതി നൽകാം. അത് സംബന്ധിച്ച് നടപടിയുമായി സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ പോലീസിന് മുന്നോട്ട് പോയേ കഴിയൂ. കഴിഞ്ഞ ദിവസം ബാലാവകാശ കമ്മീഷനും അതുപോലെ തന്നെ വനിതാ കമ്മീഷനും സ്വമേധയാ കേസെടുക്കുകയും DGPയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പരാതികൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ വരുന്നു എന്നുള്ളതിന് തെളിവാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ. കാരണം MLA ഹോസ്റ്റൽ തിരുവനന്തപുരത്താണ്. ഈ MLA ഹോസ്റ്റലിൽ നിന്നടക്കം രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ ഓഡിയോ ക്ലിപ്പുകളും അല്ലെങ്കിൽ യുവതികളെ ഭീഷണിപ്പെടുത്തിയതടക്കം ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ പരാതി നൽകിയിരിക്കുന്നത്. കൃത്യമായി തന്നെ പോലീസിന് ഇതിൽ അന്വേഷണം നടത്തിയേ മതിയാവൂ. കാരണം കൃത്യമായി BNS വകുപ്പുകൾ ഉൾപ്പെടെ നിരത്തിയാണ് ഹഫീസ് ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് നടപടിയുമായി മുന്നോട്ട് പോകണം. എന്തായാലും DGP ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടനൊരു അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ്. കാരണം വനിതാ കമ്മീഷനും അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനും അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു പ്രത്യേക സംഘത്തെയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം നടത്താൻ പോലീസ് ഇനി ഈ പരാതിയുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതിനിടയിൽ ഇപ്പോൾ സലിം മാലിക് ഒരു വാർത്ത അറിയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി വൈകിയേക്കില്ല എന്നുള്ളതാണ്. വിഷയത്തിൽ KPCC നേതൃത്വം ആശയവിനിമയം തുടങ്ങി. നേതാക്കളോട് ഇപ്പോൾ KPCC നേതൃത്വം അഭിപ്രായം തേടിയെന്നാണ് സലിം മാലിക് അറിയിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനത്ത് നിന്ന് രാജി ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ സലിം മാലിക് റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.